ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിഷ. ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലില്ലി പില്ലി ഫ്രൂട്ടിൻ്റെ തൈകളുമായിട്ടാണ് കേട്ടോ. ഇതൊരു വിദേശ ഇനം ഫ്രൂട്ടാണ്. ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ ഒക്കെയാണ് ഇതിൻ്റെ ജന്മദേശം. കേരളത്തിൽ അങ്ങനെ കോമൺ അല്ല, എന്നാൽ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നന്നായിട്ട് തന്നെ വളരുകയും നന്നായിട്ട് ഫ്രൂട്ട് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു പ്ലാന്റാണ് ലില്ലി പില്ലി. ഒരു മാർച്ച് ഏപ്രിൽ ടൈമിലാണ് കേട്ടോ ഇത് ഫ്ലവറിങ് ആവുന്നത്. ജൂൺ ജൂലൈയോടുകൂടി ഫ്രൂട്ട് റെഡിയാകും. അങ്ങനെ വലിയ ഫ്രൂട്ടൊന്നുമല്ല, ചെറിയ നമ്മുടെ ചാമ്പയ്ക്ക ഉണ്ടല്ലോ, അതിനോടൊക്കെ സാദൃശ്യമുള്ളൊരു ഫ്രൂട്ടാണ്. ഷേപ്പായാലും ടേസ്റ്റ് ആയാലും ചെറിയൊരു മധുരവും പുളിപ്പും, ചെറിയ ചാമ്പയ്ക്കൊക്കെ ഒരു ചെറിയ ചവർപ്പുണ്ടാവുമല്ലോ, നമുക്കങ്ങനെ അരോചകമായി തോന്നുന്ന ചവർപ്പൊന്നുമല്ല, ചെറുതായിട്ട് ഒരു ഇഷ്ടപ്പെടുന്ന ആ തരത്തിലുള്ളൊരു ടേസ്റ്റാണ് ഇതിനുള്ളത്. ഇത് ശരിക്കും നമുക്ക് പൂന്തോട്ടത്തിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയൊരു ഫ്രൂട്ടാണ് കേട്ടോ. മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു നിത്യഹരിത ചെടിയാണ്. മാത്രമല്ല ഇതിൽ നിറഞ്ഞ് കായകളുണ്ടാകും. ഒന്നും രണ്ടും കായൊന്നുമല്ല, കൊലകൊലയായിട്ടാണ് ഇതിൽ കായകളുണ്ടാകുന്നത്. പിന്നെ ഫൈക്കസിൻ്റെയൊക്കെ ലീഫ് പോലെ ഒരു തിളക്കമാർന്നൊരു ലീഫാണ്. അങ്ങനെ ഇല കൊഴിഞ്ഞ് നമുക്കൊരു ശല്യമാവൊന്നുമില്ല. ഇതൊരു നിത്യഹരിത ചെടിയാണ്. ഇത് പോട്ടിൽ സെറ്റ് ചെയ്താലും അത്യാവശ്യം നന്നായിട്ട് തന്നെ കായ പിടിക്കും കേട്ടോ. നന്നായിട്ട് കായ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലാന്റ് കട്ടിങ്സിൽ നിന്ന് പിടിപ്പിച്ചതാണ്. എന്നാൽ ഇതിൻ്റെ സീഡ് ഉപയോഗിച്ചും പുതിയ തൈകൾ ഉണ്ടാക്കാം. സീഡ് നമ്മൾ കുറേ കാലം സൂക്ഷിച്ച് വെച്ചിട്ട് അങ്ങനെ മുളപ്പിക്കാൻ സാധിക്കില്ല. ഒരു 5 ദിവസം ഒരാഴ്ച അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ഈ ഫ്രൂട്ട് കഴിച്ച് അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മളിത് മണ്ണിലിട്ട് മുളപ്പിച്ചെടുക്കണം. എങ്കിലേ ഇത് പുതിയ തൈകൾ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അതോടുകൂടി തന്നെ ഈ സീഡ് നശിച്ചു പോകും. അപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മളിതിനെ മുളപ്പിച്ചെങ്കിൽ മാത്രമേ പുതിയ തൈ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. കട്ടിങ്സ് ഉപയോഗിച്ചും പുതിയ തൈ ഉണ്ടാക്കാൻ സാധിക്കുന്നതുകൊണ്ട് നമുക്ക് ചെറിയ തൈയിൽ തന്നെ പെട്ടെന്ന് കായ്കളുണ്ടാകും. ഇതിൻ്റെ ടേസ്റ്റിനും കാണാനുള്ള ഭംഗിക്കും ഒക്കെ പുറമെ ഇതൊരു ആൻറ്റി ഓക്സിഡൻറ്റ് ഫ്രൂട്ടാണ്. അതായത് ഈ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് നല്ല രോഗപ്രതിരോധ ശേഷി ലഭിക്കുമെന്നാണ് പറയുന്നത്. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയൊരു ഫ്രൂട്ടാണ് കേട്ടോ ഈ ലില്ലി പില്ലി ഫ്രൂട്ട്. ഇത് ചർമ്മത്തിന് തിളക്കം നൽകുന്നു, ചർമ്മകോശത്തെ പുനർജീവിപ്പിക്കാൻ സഹായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണ്. മാത്രമല്ല UVB കിരണങ്ങളുണ്ടല്ലോ, നമ്മുടെ അൾട്രാവയലറ്റ് രശ്മികൾ, അതിൽ നിന്ന് നമുക്കുണ്ടാവുന്ന പൊള്ളലുകളൊക്കെ ഉണ്ടല്ലോ, പ്രതികൂലമായ ഫലങ്ങളിൽ നിന്നൊക്കെ ഇത് നമ്മുടെ ചർമ്മത്തെ സംരക്ഷിക്കുന്നുണ്ട്. ന്യൂസിലാൻഡിൽ ഈ ഫ്രൂട്ടിനെ മങ്കി ആപ്പിൾ എന്ന പേരിലാണ് കേട്ടോ വിളിക്കുന്നത്. അത് ചിലപ്പോൾ ഇതിൻ്റെ ആ ഒരു ഷേപ്പ് കൊണ്ടായിരിക്കാം. ആപ്പിളിൻ്റെ ടേസ്റ്റ് ഒന്നും അല്ല ഇതിൻ്റെ ആ ഒരു ഷേപ്പ് കണ്ടിട്ടായിരിക്കണം അങ്ങനെ വിളിക്കുന്നത്. ഇത് ഫ്രൂട്ടായിട്ട് കഴിക്കാൻ മാത്രമല്ല കേട്ടോ, നമുക്ക് ജാം, അച്ചാർ, സ്ക്വാഷ് ഇതൊക്കെ ഉണ്ടാക്കാനും ഈ ലില്ലി പില്ലി ഫ്രൂട്ട് ഉപയോഗിക്കാം. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഈ ഫ്രൂട്ടിൻ്റെ തൈ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഞാൻ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ കേട്ടോ. മാത്രമല്ല, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുകയും ചെയ്യണേ. ഇതുപോലെ കൊലകൊലയായിട്ടാണ് കേട്ടോ കായകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്വാഷും അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇഷ്ടം പോലെ കായകൾ കിട്ടുന്നതുകൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് സെയിലിനായിട്ടുള്ളത്. അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാട്സപ്പിൽ മെസ്സേജ് അയക്കൂ കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.